السلام عليكم ورحمة الله. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യനായ അധ്യക്ഷൻ ബഷീർ സാഹിബ്, ആദരണീയരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ സന്തോഷകരമായ ഒരു സംഗമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ആനന്ദമായ, കൺകുളിർമയായ, എന്ത് ത്യാഗം സഹിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണം പോലെ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മൾ സ്നേഹിക്കുന്ന, കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ നന്മയും പുരോഗതിയും. സത്യത്തിൽ എന്ത് ത്യാഗത്തിനും നമ്മെ പ്രേരിപ്പിക്കുന്നത് അത് തന്നെയാണല്ലോ. 6 ദിവസം 7 ദിവസം തീവ്രമായ, തീഷ്ണമായ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും പിൻബലത്തോടുകൂടി മാത്രം ജോലി ചെയ്യേണ്ടി വരുമ്പോഴും, ഒരു പ്രവാസി എന്ന നിലക്ക് പലപ്പോഴും നാട്ടിലെ പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടകന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് നിർബന്ധിക്കപ്പെടുമ്പോഴുമൊക്കെ നമ്മെ ആശ്വസിപ്പിക്കുന്ന കാര്യം, നമുക്ക് ശക്തിയും പ്രേരണയും നൽകുന്ന കാര്യം, എന്തു സഹിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയാണല്ലോ എന്ന്. അങ്ങനെ ത്യാഗത്തിൻ്റെ അനുഭവങ്ങൾ ഓരോന്നും സന്തോഷകരമായ അനുഭവങ്ങളാക്കി നമ്മൾ മാറ്റുമ്പോൾ, ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ഭാവി കാലത്ത് ഓജസ്സും ഊർജ്ജസ്വലതയും ഒക്കെ നഷ്ടപ്പെട്ട് വീടിൻ്റെ പൂമുഖത്ത് ചാരുകസേരയിൽ കാല് നീട്ടിയിട്ടിരിക്കുന്ന, പേശീബലം നഷ്ടപ്പെട്ട മുഖത്തും നെറ്റിയിലും ചുളിവുകൾ വന്ന് തുടങ്ങിയ, സുന്ദരമായ പല്ലുകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, വാർദ്ധക്യത്തിൻ്റെ യാതനയും വേദനയും അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഈ ചോരനീരാക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മക്കൾ നമ്മെ വൃദ്ധസദനത്തിലെക്കുറിച്ച് അയക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാതുകൊണ്ട് കേൾക്കേണ്ടി വരുമ്പോൾ, ഇന്നലത്തെ വാർത്തയിൽ പോലും നമ്മൾ വായിച്ച കാര്യമാണല്ലോ. മുസ്ലിം നാമധാരിയായ മകൻ ഭീമാപ്പള്ളിയിലേക്ക് പള്ളി കാണാനെന്ന് പറഞ്ഞ് 75കാരിയായ ഉമ്മയെ കൊണ്ടുപോയി പള്ളിയുടെ വരാന്തയിലിരുത്തി മകൻ അവിടുന്ന് പോരുകയും 75 വയസ്സുള്ള ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗം അമുസ്ലിമായൊരു സാമൂഹ്യ പ്രവർത്തകയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരെ ഒരു പരിചരണ കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്തത് ഇന്നലെ നമ്മൾ കണ്ട വാർത്തയാണ്. ഈ ചോരനീരാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പോറ്റി വളർത്തിയ മക്കൾ നാളെ നാം അവർക്ക് ഭാരമാവുകയും നമ്മെ എങ്ങനെ മാറ്റി നിർത്താമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരവസ്ഥ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം? നാം അവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള കാശ്, നാം അവർക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ള അധ്വാനം, അവർക്ക് വേണ്ടി നാം നഷ്ടപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങൾ, ഇതൊന്നും ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ടുണ്ടാകില്ല. എന്നാൽ വാർദ്ധക്യത്തിൻ്റെ ആ ഘട്ടത്തിൽ ഉപ്പയുടെ മുഴുവൻ ചുളിവുകൾക്ക് പിന്നിൽ, ഉപ്പയുടെ ഒടിഞ്ഞുപോയ മുതുകിന് പിന്നിൽ, ഉപ്പയുടെ ക്ഷീണത്തിന് പിന്നിൽ എന്നെ ഞാനാക്കാൻ വേണ്ടിയുള്ള അധ്വാനമായിരുന്നു എന്നത് തിരിച്ചറിയണമെങ്കിൽ, ഞാനും എൻ്റെ സഹപ്രവർത്തകരും സ്കൂളിൽ വെച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന ഗണിതശാസ്ത്രത്തിലെ, ബയോളജിയിലെ, ഫിസിക്സിലെ സമവാക്യങ്ങൾക്ക് അതവരെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കമ്മീഷനുകളും ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ രാജ്യത്ത്, ലോകത്ത് നിലവിലുള്ള ഭൗതിക വിദ്യാഭ്യാസ സംവിധാനത്തിന് ഈ ഒരു ധാർമ്മികതയുടെ ബാലപാഠ മൂല്യബോധങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ അത് പര്യാപ്തമല്ല. ആ കോളം പൂരിപ്പിക്കപ്പെടണം. ആ കോളം പൂരിപ്പിക്കപ്പെടണം. അവിടെയാണ് നമ്മുടെ മദ്രസയുടെ, നമ്മുടെ CREയുടെ ടീനേജ് ക്ലാസ്സിൻ്റെ നമ്മൾ സംവിധാനിക്കുന്ന ഈ മതപഠന സംവിധാനത്തിൻ്റെ പ്രാധാന്യവും പ്രായോഗികതയും അവിടെയാണ് നമുക്ക് തിരിച്ചറിയേണ്ടി വരിക. ഞാൻ ഓർത്തുപോകുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ വെച്ച് വെക്കേഷൻ കാലത്ത് പെൺകുട്ടികൾക്ക്, ടീനേജ് ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ മകളെ അയക്കണമെന്ന് ചെറുപ്പക്കാരായ സംഘാടകരായ ഒരു ടീം ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞത്, ദീനത്രക്ക മതി,
അവളിപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞു, ഡോക്ടറാക്കണം, തൃശ്ശൂരിൽ എൻട്രൻസ് കോച്ചിങ്ങിന് അയക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. ദീൻ അത്രയൊക്കെ മതി. അതേ ഉപ്പ ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലെ പള്ളിയിലെ 1ാമത്തെ സഫിൽ ശിരസ് കുനിച്ച് നിൽക്കുന്ന രംഗമാണ് ഇതേ ചെറുപ്പക്കാർക്ക് കാണേണ്ടി വന്നത്. കാരണം ഈ പെൺകുട്ടി ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയപ്പോൾ വേദന തീർക്കാൻ പള്ളിയിൽ നേരത്തെ എത്തി 1ാമത്തെ സഫിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കയല്ലാതെ ആ ഉപ്പയുടെ മുമ്പിൽ മാർഗമില്ല. അനുഭവ യാഥാർത്ഥ്യങ്ങളാണിതെല്ലാം. അതുകൊണ്ട് രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി നാം കാണേണ്ടുന്ന ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കൾ കൺകുളിർമയാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന് രക്ഷിതാക്കളായ ഞാനും നിങ്ങളും നമ്മുടെ സമീപനങ്ങളിൽ, നമ്മുടെ നിലപാടുകളിൽ, നമ്മുടെ രീതികളിൽ നാം സ്വീകരിക്കേണ്ടുന്ന ഇസ്ലാമികമായ ചില ബാധ്യതകളുണ്ട്. ലോകത്ത് ഒരു മനഃശാസ്ത്രത്തിനും വിശുദ്ധ ഖുർആനോളം സുന്ദരമായി അക്കാര്യം സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ലോകത്ത് ഒരു തത്വചിന്തകനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് സമാനമായി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി നാം തിരിച്ചറിയേണ്ടത് ഇസ്ലാം ഇക്കാര്യത്തിൽ എന്തു പഠിപ്പിക്കുന്നു എന്നതാണ്. ഭൗതിക വിജ്ഞാനീയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിഷയകമായ കാര്യങ്ങൾ വളരെ നിസ്സാരങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നാം ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ത്യാഗത്തിൻ്റെ കഥകൾ അയവിറക്കിയിട്ടുള്ള ആളുകളാണ്. വതല്ലഹൂലിൽ ജബീൻ, വിശുദ്ധ ഖുർആൻ ഹൃദയസ്പൃക്കായിട്ടാണ് രംഗം വിശദീകരിക്കുന്നത്. ഉപ്പയുടെ മുമ്പിൽ കിടന്നുകൊടുക്കുന്ന, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ കിടന്നുകൊടുക്കുന്ന ഇസ്മായിൽ എന്ന പിഞ്ചുബാലൻ. ആ ഉപ്പ എങ്ങനെയാണ് കത്തിവെക്കുന്നത്? നെറ്റിത്തടം ചരിച്ച് കിടത്തിയെന്നാണ്. എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമോ കരളിൻ്റെ കഷ്ണമായ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ? ആ ഉപ്പ എന്ന വികാരം ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന മഹാനായ പിതാവിനുമുണ്ട്. അതുകൊണ്ട് ഖുർആൻ ചിത്രീകരിക്കുന്ന കിടത്തിയ രംഗം വതല്ലഹുലിൽ ജബീൻ, നേരെയല്ല, നെറ്റി ചരിച്ചാണ്, മുഖം ചരിച്ച് കമഴ്ത്തി കിടത്തിയിട്ടാണ് ആ ഉപ്പ കത്തിവെക്കുന്നത്. അങ്ങയുടെ റബ്ബ് കൽപ്പിച്ചിട്ടാണോ ഉപ്പ എന്ന് ചോദിച്ച് ആദർശധീരനായ ഉപ്പയുടെ മുമ്പിൽ ചരിഞ്ഞ് കിടന്നു കൊടുക്കുന്ന ബാലനായ ഇസ്മായിലിനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് ഇസ്മായിൽ ഉണ്ടായി? ആ ഇസ്മായിലിനെ വളർത്തിയത് ഇബ്രാഹിമാണ് എന്നതുകൊണ്ടാണ് അലൈഹിമുസ്സലാം. നമ്മുടെ മക്കൾ ഇസ്മായിലുമാരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഒന്നാമതായി ഇബ്രാഹിമുമാരാകാൻ തയ്യാറാകണം എന്നതാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠം. നമ്മുടെ മക്കൾക്ക് നന്മ മുഴുവൻ ലഭിക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. നാം വളർത്തുന്ന വീടിൻ്റെ, ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കേണ്ടുന്ന ഭക്ഷണത്തെക്കാൾ അപ്പുറം, വസ്ത്രത്തെക്കാൾ അപ്പുറം, ഭൗതിക വിഭവങ്ങളെക്കാൾ അപ്പുറം ഏറ്റവും പ്രാധാന്യമുള്ള ചില കാര്യങ്ങളുണ്ട്. മാനസികമായ ചില വിഷയങ്ങളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. കുട്ടിയുടെ നീഡ്സ് നമുക്കറിയാം. അബ്രഹാം മാസ്ലോ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ വർഗീകരിച്ച് അതിനെ ഒരു പിരമിഡ് രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ പിരമിഡ്, ഇതിലെ വ്യത്യസ്തമായ അതിൻ്റെ അടുക്കുകൾ, കുട്ടിയുടെ സൈക്കോളജിക്കൽ നീഡ്സ്, അവൻ്റെ ഫിസിയോളജിക്കൽ നീഡ്സ്, ഇങ്ങനെ ആവശ്യങ്ങളെ വർഗീകരിച്ചിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫിസിയോളജിക്കൽ നീഡ്സിനേക്കാൾ, അഥവാ ഭക്ഷണത്തേക്കാൾ, വസ്ത്രത്തേക്കാൾ വളരുന്നൊരു കുഞ്ഞിന് ഏറ്റവും ആവശ്യമായുള്ള കാര്യം അവൻ്റെ സൈക്കോളജിക്കൽ നീഡ്സാണ്, അഥവാ മാനസികമായ അവൻ്റെ ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. അതിലേറ്റവും ഒന്നാമതായി മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത് അറ്റൻഷൻ എന്നതാണ്. ട്രൈ ടു അട്രാക്റ്റ് അവർ അറ്റൻഷൻ. അതൊരു കുട്ടിയുടെ പ്രത്യേകതയാണ്. ഒരു കുട്ടിയുടെ സ്വഭാവം, എന്തുകൊണ്ടവർ ഓടിക്കളിക്കുന്നു, എന്തുകൊണ്ടവർ പിണങ്ങുന്നു, എന്തുകൊണ്ടവർ വഴക്കടിക്കുന്നു, എന്തുകൊണ്ട് ഉമ്മ ഖുർആൻ എടുത്ത് ഓതാൻ വേണ്ടി തുടങ്ങുമ്പോൾ കൊച്ചുകുട്ടി മൂത്രമൊഴിച്ചോ കരഞ്ഞോ പ്രതിഷേധിക്കുന്നു, എല്ലാം അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഭാഗമാണ്. ക്ലാസ്സിലെ പിൻബെഞ്ചിലിരുന്ന് വികൃത കാണിക്കുന്ന കുട്ടിയുടേതും ഇതേ മനഃശാസ്ത്രമാണ്. ശ്രദ്ധ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കും. അവിടെ ഞാൻ നിന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തലാണ് ഒരു അധ്യാപകൻ്റെയും ഒരു രക്ഷിതാവിൻ്റെയും ഏറ്റവും പ്രധാനമായ കടമ. കുട്ടിക്ക് മനസ്സിലാകണം, കുട്ടിക്ക് ഉറപ്പുണ്ടാകണം. ഞാൻ ഓർത്തുപോകുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഫാമിലി നാട്ടിലുള്ള സുഹൃത്തു പറയുന്നു, തൻ്റെ മകൻ 3 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എന്തോന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ ഉടനെയുള്ള പ്രതികരണം എന്താ? ഞാൻ ഉപ്പ വന്നാൽ പറയും. ആരോടാ പറയുന്നത്?
ഉപ്പയുടെ ജ്യേഷ്ഠനോടാ പറയുന്നത്. കാരണം ഈ കാണുന്ന ഉപ്പയുടെ ജ്യേഷ്ഠനേക്കാളും വല്യുപ്പയെക്കാളും എല്ലാം 3 വയസ്സുകാരൻ്റെ മുമ്പിൽ ലോകത്തെ ഏറ്റവും വലിയ മഹാനാര തൻ്റെ ഉപ്പയാണ്. തനിക്കുപ്പയുണ്ട് എന്നുള്ള വികാരമാണ്. ആ വികാരം ഏറ്റവും കൂടുതലായി നമുക്ക് പകർന്നു നൽകാൻ സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞ അറ്റൻഷൻ, ശ്രദ്ധ കൊടുക്കുക, കുട്ടിയെ പരിഗണിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമാകുന്ന പ്രതികരണങ്ങളിലൂടെ കുട്ടികൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. ആ അറിയിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായ അപ്രീസിയേഷനുകൾ നൽകുക, അതിനാവശ്യമായ പരിഗണനകൾ നൽകുക. ഇവിടെ ഞാനും നിങ്ങളും വിജയിച്ചാൽ നമ്മുടെ കുട്ടി പോസിറ്റീവുകൾ ചെയ്തുകൊണ്ട് വളരാൻ വേണ്ടി ശ്രമിക്കും എന്നത് പ്രത്യേകതയാണ്. രണ്ടാമത്തേത് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത് ആക്സെപ്റ്റൻസ് ആണ്. അഥവാ കുട്ടി ഹി വാണ്ട്സ് അപ്രൂവൽ ഓർ ആക്സെപ്റ്റഡ് ബൈ ഹിംസെൽഫ് ടു ഗെറ്റ് ആക്സെപ്റ്റഡ് അൺകണ്ടീഷണലി. ഒരു മാനദണ്ഡവുമില്ലാതെ, ഒരു വ്യവസ്ഥയുമില്ലാതെ താൻ അംഗീകരിക്കപ്പെടുക, സ്വീകരിക്കപ്പെടുക എന്നത് കുട്ടിയുടെ മാനസികമായ താല്പര്യമാണ്. ഞാൻ ഓരോന്ന് ചുരുക്കി സൂചിപ്പിച്ചു പോവുകയാണ്. 3 റെസ്പെക്റ്റ്, കുട്ടിക്ക് ബഹുമാനം ലഭിക്കുക. ഹെൽപ്പ് ഹിം ടു ക്രിയേറ്റ് എ സെൽഫ് കോൺഫിഡൻസ്. അതിനെന്ത് വേണം? അവനെ പ്രൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം, അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കണം. സാധാരണ അതിനെക്കുറിച്ച് മനഃശാസ്ത്രം പറയുന്നൊരു കാര്യം, 2 സർക്കിളുകളിൽ ഉള്ളിലുള്ളത് പോസിറ്റീവും പുറത്തുള്ളത് നെഗറ്റീവുമാണ്. ഉള്ളിലുള്ള സർക്കിൾ കുട്ടിയിലുള്ള പോസിറ്റീവ് ഗുണങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ മകനെക്കുറിച്ച്, മകളെക്കുറിച്ച് ഒരു പേപ്പർ എടുക്കുക, അവരെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുക, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ കൂടുതലുള്ളത്? ഇവിടെ ഏറ്റവും പ്രധാനമായൊരു കാര്യമുണ്ട്. അധ്യാപകനാണെങ്കിലും രക്ഷിതാവാണെങ്കിലും സാധാരണ 3 മനഃശാസ്ത്രം സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും. ഒന്ന്, കംപ്ലൈനിങ്. ഞാനും നിങ്ങളൊക്കെ അങ്ങനെയാണ്. ഒന്നാമത്തെ ഒരു രൂപം കംപ്ലൈനിങ്, എപ്പോഴും പരാതിപ്പെടുന്ന സ്വഭാവം. ഏത് കാര്യത്തെക്കുറിച്ചും ഏത് ആളെക്കുറിച്ചും, അത് ജോലി സ്ഥലത്താണെങ്കിൽ സൂപ്പർവൈസറെ, കൂടെയുള്ള ജോലി ചെയ്യുന്ന ആളുകളെ, എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള പരാതി. അത്തരം ആളുകളുടെ സൈക്കോളജി ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനൊക്കെ ശരിയാകും, തകരാറൊക്കെ മറ്റിടത്താണ് എന്നതാണ് കംപ്ലൈനിങ് ടൈപ്പ്. രണ്ടാമത്തെ വിഭാഗം കോംപ്രമൈസിങ്, അനുരഞ്ജനത്തിന് തയ്യാറാവും. ആരോടൊരു വഴക്കിനും വക്കാണത്തിനും ഇല്ല. നിങ്ങൾ അതെങ്കിൽ അങ്ങനെ, ഇതിങ്ങനെങ്കിൽ ഇങ്ങനെ. അവരുടെ സൈക്കോളജി ഐ ആം ഓക്കെ, യു ആർ ആൾസോ ഓക്കെ, ഒരു പ്രശ്നവും വേണ്ട. ഇത്തരം ആളുകൾ അധ്യാപകരിൽ കാണാം, ഭർത്താക്കളിൽ കാണാം, ഭാര്യമാരിൽ കാണാം. ഒരു പ്രത്യേക വികാര വിക്ഷോഭങ്ങളോ ഒന്നും അവരെ കൊണ്ടുണ്ടാകില്ല, ഒരു പ്രശ്നം ഇവിടെയില്ല. മൂന്നാമത്തേത് ഇൻസ്പയറിങ്, മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുക. അവൻ്റെ സാന്നിധ്യം, ഉപ്പയുടെ സാന്നിധ്യം വീട്ടിൽ മക്കൾക്ക് ഇൻസ്പയറിംഗ് ആണ്. ആ ടീച്ചറുടെ സാന്നിധ്യം ക്ലാസ്സിൽ കുട്ടികൾക്ക് ഇൻസ്പയറിംഗ് ആണ്. ഓഫീസിൽ അയാളുടെ സാന്നിധ്യം സഹപ്രവർത്തകർക്ക് ഇൻസ്പയറിംഗ് ആണ്. അങ്ങനെ ഒരു ഇൻസ്പയറിംഗ് പാരൻ്റായി എനിക്കും നിങ്ങൾക്കും, ഒരു രക്ഷിതാവായി, ഒരു അധ്യാപകനായി ഞാനും നിങ്ങളും മാറണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കുട്ടിയുടെ മനസ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. പോസിറ്റീവായ സ്വഭാവങ്ങളെ കാണുക. മലയാളത്തിൽ നമ്മളൊക്കെ കൊച്ചു ക്ലാസ്സുകളെ പഠിച്ചിട്ടുണ്ട്. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നാണ്. പാലുള്ള ഒരു അകിടിൽ പോയി കടിക്കുമ്പോഴും കൊതുക് കുടിക്കുക പാലല്ല, ചോരയാണ്. അങ്ങനെയാണ് പല ആളുകളും. എവിടെയും നെഗറ്റീവ് കണ്ടെത്താനുള്ള ശ്രമം. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശീലിക്കേണ്ടത് അവരിലെ പോസിറ്റീവുകളെ കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ കേന്ദ്രഭാഗത്തുള്ള പോസിറ്റീവ് വലുതായി വലുതായി വരുമ്പോൾ, ഇന്നർ സർക്കിൾ വലുതാകുമ്പോൾ ഔട്ടർ സർക്കിൾ ചെറുതാകും. നിങ്ങളുടെ മക്കളിലുള്ള നന്മകളെ കണ്ട് പ്രൈസ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങൂ. അവർ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി നന്മകൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സാധാരണ എഴുന്നേൽക്കാൻ വൈകുന്ന ഒരു ദിവസം സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റു, ഭാര്യ കേൾക്കുമെന്ന് പറഞ്ഞാൽ മതി. ഇന്ന് കണ്ടില്ല, വിളിക്കാതെ തന്നെ മോൻ എണീറ്റ് ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ മദ്രസ പോയി തുടങ്ങിയ ശേഷം കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്യുന്നുണ്ട്. അവനൊന്ന് കേൾക്കെ, അവളൊന്ന് കേൾക്കെ ഭാര്യയോട് പറഞ്ഞാൽ മതി. അടുത്ത ദിവസം ആ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി നേരത്തെ ഉണരാനുള്ള ആഗ്രഹവുമായിട്ടാകാം കുട്ടി കിടക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യവും പരീക്ഷയുടെ മാർക്ക് കിട്ടുമ്പോൾ ഒരു നല്ല കാര്യം ചെയ്യും. കാരണം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഒരു ചര്യയാണ്. അഹ്സൻത എന്ന് പറയാം. ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ അത് ആർക്കേ സാധിക്കുള്ളൂ? വിശാലമായ മനസ്സുള്ള, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ പോസിറ്റീവുകളെ കാണാനും മറ്റുള്ളവർ ചെയ്യുന്ന പോസിറ്റീവുകളെ അപ്രീസിയേറ്റ് ചെയ്യാനുമുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുള്ളൂ. ഇത് ഒരു പാരൻ്റ് എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വെച്ച് പുലർത്തേണ്ടതാണ്. പോസിറ്റീവുകളെ കാണാനും അതിനെ കൂടുതൽ കൂടുതൽ വളർത്തിക്കൊണ്ടുവന്ന് നെഗറ്റീവുകളെ ക്രമേണ ഇല്ലാതാക്കാനുമുള്ള ശ്രമം. ഇത് മക്കളുടെ കാര്യത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
പക്ഷെ പലപ്പോഴും നമ്മൾ ശീലിക്കുന്ന ശീലങ്ങൾ നെഗറ്റീവ് തലത്തെ കാണുക, അല്ലെങ്കിൽ എൻ്റെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെയാണല്ലോ എപ്പോഴും നമ്മൾ നമ്മുടെ ചിത്രമാണ് ഏതിലും നോക്കിക്കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു തമാശയായിട്ട് പറയാറുണ്ട്, നമ്മുടെ മറ്റേ കോവൻ്റെ ബുക്കിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്, ഡി അഡിക്ഷൻ, മദ്യത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മദ്യത്തിനെതിരെ നടക്കുന്ന ഒരു ക്ലാസ്. അതിൽ ക്ലാസ് എടുക്കുന്ന ആൾ നടത്തുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ. ഒരു ബീക്കർ, 2 ബീക്കറുകൾ, ഒരു ബീക്കറിൽ ചാരായം, മറ്റൊരു ബീക്കറിൽ പച്ചവെള്ളം, 2 എത്തുവും മണ്ണിരയെ കൊണ്ടുവന്നിരിക്കുന്നയാൾ. ഒരു മണ്ണിരയെ, ജീവനുള്ള ഒരു മണ്ണിരയെ പച്ചവെള്ളമുള്ള ശുദ്ധവെള്ളമുള്ള ബീക്കറിലിടുന്നു. മറ്റൊരു ജീവനുള്ള മണ്ണിരയെ ഈ ആൽക്കഹോളുള്ള ബീക്കറിലിടുന്നു. പച്ചവെള്ളമുള്ള ബീക്കറിലെ മണ്ണിര സജീവമായി ഓടി നടക്കുന്നു. ആൽക്കഹോളിൽ ഇട്ടിരിക്കുന്ന ആ എർത്ത് വേമ് പെട്ടെന്ന് ചത്തുപോകുന്നു. ഈ 2 ബീക്കറും ഉയർത്തിപ്പിടിച്ചിട്ട് സദസ്സിനോട് അയാൾ ചോദിക്കുന്നു, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്? ബാക്കിൽ നിന്ന് മുഴുക്കുടിയനായൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറയുന്ന മറുപടി, സാറേ എനിക്ക് മനസ്സിലായി, ചാരായം കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിലുള്ള വിരകളൊക്കെ ചത്തുപോയിക്കൊള്ളും. ഇതാണ്, ഇങ്ങനെയാണ് കാര്യങ്ങളെ പലപ്പോഴും നമ്മൾ നോക്കിക്കാണാറുള്ളത്. നമുക്കനുയോജ്യമാകുന്ന നിലക്ക്, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് സംഭവങ്ങളെയും കാര്യങ്ങളെയും വ്യാഖ്യാനിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ശ്രമം, വസ്തുതകളെ വസ്തുതമായി മനസ്സിലാക്കാനും തിരുത്താനും രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് പലപ്പോഴും നമ്മൾ ശ്രമിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ദുരന്തം എന്നോണം തകർന്നു പോകുന്നത് നമ്മുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ റെസ്പെക്റ്റ്, അവർക്ക് ആദരവ് നൽകുക, പോസിറ്റീവുകളെ വളർത്തിക്കൊണ്ടുവരിക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഈ റെസ്പെക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നൊരു ഘട്ടം ടീനേജിൻ്റെ ഘട്ടമാണ്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ആ ഭാഗം മറ്റൊരു ഭാഗമായിട്ട് വിശദീകരിക്കാം. ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തിൽ അവൻ ഈഗോ സെൻറ്റേഡ് ആകുന്ന, അവൻ്റെ ഞാനെന്ന ഫീലിംഗ് ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയിൽ രൂപപ്പെട്ട് തുടങ്ങുന്ന പ്രായം 13 വയസ്സുള്ള ഘട്ടമാണ്. അവിടെ ഏറ്റവും കൂടുതൽ കുട്ടിക്ക് ആവശ്യം ആദരവാണ്. ഉമ്മയാണെങ്കിൽ 13 വയസ്സ് കഴിഞ്ഞ മകളെ കാണേണ്ടത് മകളായിട്ടല്ല, അനുജത്തിയായിട്ടാണ്. ആ ഉമ്മയിൽ നിന്നാണ് അവൾക്ക് ഗൈഡൻസ് ലഭിക്കേണ്ടത്. 13 വയസ്സ് കഴിഞ്ഞ മകനെ ഉപ്പ കാണേണ്ടത് വെറും മകനായിട്ടല്ല, അനുജനെ പോലെ സ്ഥാനം നൽകാനും ആദരിക്കാനും അംഗീകരിക്കാനും അവൻ്റെ പൊസിഷൻ. കാരണം ശബ്ദമാറ്റത്തിലൂടെ അവൻ പ്രഖ്യാപിക്കുന്നത് ഐ എം നോട്ട് എ ചൈൽഡ് നൗ എന്ന യാഥാർത്ഥ്യമാണ്. ഇടപെടലുകളിലൂടെ അവൻ പ്രഖ്യാപിക്കുന്നത്. ഇന്നലെ വരെ പാർക്ക് പോയിപ്പോൾ കൈപിടിച്ച് നടന്നിരുന്ന നമ്മുടെ 12 വയസ്സുള്ള മകൻ 13-ാം വയസ്സിലേക്ക് കടന്നപ്പോൾ കൈയുടെ പിടുത്തം അവൻ വിട്ടിട്ടുണ്ടാകും. കുട്ടികൾ കൈപിടിച്ച് നടക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങൾ അവരുടെ കൈ പിടിക്കുന്നതിനേക്കാളും കൊച്ചുകുട്ടി ഇഷ്ടപ്പെടുക അവൻ നിങ്ങളുടെ കൈ പിടിക്കാനാണ്. ബിക്കോസ് ഹീസ് മൈ ഫാദർ ആൻഡ് ഐ ഹാവ് ബിലോങ്ങിങ്നെസ് എന്നതാണ് അവൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. 12 വയസ്സ് കഴിയുമ്പോൾ ആ പിടുത്തം അവൻ വിടും. ആ പിടുത്തം വിടുമ്പോഴാണ് നമ്മൾ പരാതിപ്പെടുന്നത്, ധിക്കാരം തുടങ്ങി, പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന വിധത്തിൽ. അതല്ലാതെ ബിക്കോസ് ഐ ആം മെച്യൂർഡ് എന്നതാണ് നമ്മുടെ മകൻ, നമ്മുടെ മകൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസ്പെക്റ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടുന്ന സമയമാണത്. 4-മത്തത് ഞാൻ പറഞ്ഞു വന്ന ബിലോങ്ങിങ്നെസ് ആണ്. അതാണ് നേരത്തെ എൻ്റെ സുഹൃത്തിൻ്റെ മകൻ ജ്യേഷ്ഠനോട്, ഉപ്പയുടെ ജ്യേഷ്ഠനോട് പറയുന്നത്, ഉപ്പ വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്ക് ആളുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളുണ്ട് എന്നത്. അത് നഷ്ടപ്പെടുമ്പോഴാണ് തീർച്ചയായും മക്കൾ ഏറ്റവും കൂടുതൽ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കും. ഇപ്പോൾ ഞാൻ 14 വർഷത്തോളം നാട്ടിലും ഏതാണ്ട് കഴിഞ്ഞ 4 വർഷമായി ഗൾഫിലും ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഏകദേശം ദിവസത്തിൻ്റെ പകുതിയിലേറെ സമയം കുട്ടികളുമായി ഇടപെടാൻ വേണ്ടി സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ച ചില യാഥാർത്ഥ്യങ്ങൾ, ഗൾഫിലെ കുട്ടികൾ കൂടുതലായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒന്ന് ഈ പറഞ്ഞ സ്നേഹം പങ്കുവെക്കപ്പെടുന്നില്ല, സ്നേഹം ലഭിക്കപ്പെടുന്നില്ല എന്നുള്ള ചിന്തയാണ്. കാരണം പാരൻസിൻ്റെ തിരക്ക് പിടിച്ചുള്ള ജീവിതങ്ങളും അതുപോലെ തന്നെ ഫ്ലാറ്റ് ലൈഫിലെ സോഷ്യലൈസേഷനുള്ള അവസ്ഥകൾ കുറവായതും കുടുംബവുമായുള്ള ഷെയറിങ്ങിനുള്ള അവസ്ഥകൾ നഷ്ടപ്പെട്ടതും കുട്ടിയെ ഏകാന്തതയുടെ ലോകത്തേക്ക് നയിക്കുകയാണ്. അവിടെ പരിഹാരമായി അവൻ കാണുന്നത് ഒന്നുകിൽ കമ്പ്യൂട്ടർ ഗെയിംസാണ്, അല്ലെങ്കിൽ ചാറ്റിങ്ങുകളാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ തിന്മയുടെ കവാടങ്ങൾ എങ്ങനെ തൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി ഈ ഒരു വി ഫീലിംഗ്, ഞങ്ങൾ എന്നുള്ള ഒരു ധാരണ കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റാവുന്ന രൂപത്തിൽ മാനസികമായ സപ്പോർട്ട് അവർക്ക് ലഭിക്കണം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില പ്രത്യേകമായ കാര്യങ്ങൾ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് എ പൊസിഷൻ ഇൻ അവർ ഫാമിലി.
അത് പെരുമാറ്റത്തിലൂടെ നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്നൊരു കാര്യമാണ്. ഈ കുടുംബത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, നിനക്ക് നിൻ്റേതായൊരു റോളുണ്ട് എന്നുള്ളത്. അതിൽ 5ാമത്തെ പോയിൻ്റായി സൂചിപ്പിക്കാനുള്ളത് ലവ്, സ്നേഹം. ആ ലവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ഇമോഷണൽ സപ്പോർട്ടാണ്. വൈകാരികമായ പിന്തുണ കുട്ടിക്ക് നൽകുക എന്നുള്ളതാണ്. കാരണം അത് സ്നേഹം ലഭിക്കുമ്പോഴാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഫിസിക്കൽ ഗ്രോത്തിന് കൂടി സഹായകമാകുന്നത്. ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ആ മാനസിക വളർച്ച ഏറ്റവും പ്രധാനം ഏതാണ്? സ്നേഹം ലഭിക്കലാണ്. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്നൊരു മലയാള കവി എഴുതിയിട്ടുണ്ടല്ലോ. ഭൂമിയിലെ എല്ലാത്തിൻ്റെയും സാരം, സത്ത് സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹം നമ്മുടെ മക്കൾ അനുഭവിച്ചു വളരേണ്ടതാണ്. അവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും നേതാവ്, ലോകത്തിൻ്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ചില മാതൃകകൾ പഠിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ കുട്ടികളെ ചുംബിക്കുന്നത് കണ്ടിട്ട് ഒരു അറബി വന്ന് ചോദിക്കുകയാണ്, പ്രവാചകരെ താങ്കൾ മക്കളെ ചുംബിക്കുകയോ? ഞാൻ അങ്ങനെ ചെയ്യാറില്ല. റസൂലിൻ്റെ മറുപടി എന്താ? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യത്തെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാനാണ്? അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ആ മഹാനായ റസൂലുള്ളാഹിയുടെ തിരിച്ചുള്ള ചോദ്യമാണ്. എനിക്കറിയാം എൻ്റെ സഹപ്രവർത്തകൻ, ആദർശ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന 10-40 വയസ്സുള്ള അദ്ദേഹം പറയാറുള്ളത്, എന്തെങ്കിലും മനസ്സിൻ്റെ ടെൻഷൻ ഉണ്ടായാൽ ഞാൻ വേഗം ഉപ്പയുടെ അടുക്കലെത്തും. 70 കഴിഞ്ഞ ഉപ്പ ഇപ്പോഴും കയ്യിൽ എണ്ണ എടുത്തിട്ട് എൻ്റെ തലയിൽ പുരട്ടിത്തരും കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ. അതുകൊണ്ട് പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാൻ വേഗം ഉപ്പയുടെ അടുത്ത് പോവുകയാണ് ചെയ്യുക. ആ ചുംബനങ്ങൾ, ആ തലോടലുകൾ, സ്നേഹമെന്ന വികാരം, അതിന് സമാനമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹബീബായ റസൂലുള്ള കാണിച്ചു തന്നു. വഫാത്താകുന്നതിൻ്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് അതിശക്തമായ പനി ബാധിച്ച ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഭാര്യമാർ ഓരോരുത്തരെയും സമീപത്ത് വിളിച്ച് ഉപദേശം നൽകുന്നു. പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സമീപത്ത് വിളിച്ച്, ഫാത്തിമത്തു ഖിത്അത്തു കബദി, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിക്കുകയാണ്. ഇത് നമ്മളിൽ നിന്നാണ് മക്കൾക്ക് ലഭിക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പുകൾ. ഞാനത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കാരണം വളരെ അപകടകരമായ നിലക്ക് കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷയിൽ കണക്കിൽ 1 മാർക്ക് മാത്രം കിട്ടിയിരുന്ന കുട്ടി, അത് 0 ആണ് സത്യത്തിൽ. ഒരു ഔദാര്യമായി അധ്യാപകൻ 0 നൽകാനുള്ള മടി കൊണ്ട് 1 നൽകിയത്. കഴിഞ്ഞ അരക്കൊല്ല പരീക്ഷയിൽ 1 മാർക്ക് മാത്തമാറ്റിക്സിന് കിട്ടിയ കുട്ടി, പക്ഷെ ആ കുട്ടി ഇന്ന് +1 ക്ലാസ്സിൽ നല്ല പഠന നിലവാരത്തോടു കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ പ്രശ്നം വളരെ ചെറുതായിരുന്നു. ആ കുട്ടി മറ്റൊരു പുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇസ്ലാമികമായ സാഹചര്യത്തിൽ വളരുന്ന കുട്ടിയുടെ ഡയറിയിൽ വായിക്കാൻ സാധിച്ച വാക്കുകൾ, ഇപ്പോൾ രാത്രി 2 മണി, ആത്മഹത്യയല്ലാതെ എൻ്റെ മുമ്പിൽ മാർഗമില്ല, എന്നോടാർക്കും സ്നേഹമില്ല, ഉപ്പക്കും ഉമ്മയ്ക്കും എന്നെ സ്നേഹിക്കാൻ, എന്നെ പരിചരിക്കാൻ സമയമില്ല, ഞാൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? വികാര വിക്ഷോഭമായ നിറഞ്ഞു നിൽക്കുന്ന ഡയറിയുടെ മുഴുവൻ പേജുകൾ. എവിടെയാ പ്രശ്നം? മക്കൾക്ക് വേണ്ടിയുള്ള അധ്വാനത്തിനിടയിൽ ആ മനസ്സ് കൊതിക്കുന്ന ഒരു തലോടൽ, മോളെ എന്നുള്ളൊരു വിളി. ഒരു അന്യപുരുഷനുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ വടിയെടുത്തടിക്കുന്നതിന് പകരം നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരിച്ചു നൽകി തിരുത്താനുള്ളൊരു മനസ്സ് അവിടേക്ക് കൊടുത്താൽ തീർച്ചയായും മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏത് ഔഷധത്തെക്കാളും വലിയ ഔഷധം സ്നേഹമാകുന്ന ഔഷധമാണ്. സ്നേഹം കൊണ്ടുള്ള തിരുത്തൽ, സ്നേഹം കൊണ്ടുള്ള തലോടൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അത് സാധിക്കും. ഒരു സംശയമില്ല. ഞാൻ ഓർത്തു പോകുന്നു, മെനയാന്ന് നന്നായി പഠിക്കുന്നൊരു കുട്ടി, സാധാരണ നന്നായി പഠിച്ചിരുന്ന, പക്ഷേ മെനയാന്ന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവൻ ഒരു ക്ലാസ്സിലൊരു ഫൈറ്റ് നടത്തുന്നതായിട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവൻ്റെ പേരിൽ തന്നെ ഒരു കംപ്ലൈൻറ്റ്. 12 സ്റ്റാഫ് അംഗങ്ങളുള്ള സ്റ്റാഫ് റൂമിലേക്ക് ഞാൻ ആ മോനെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, വാസ് എ ബെസ്റ്റ് ബോയ്, നല്ല കുട്ടിയായിരുന്നു ഇവൻ. പക്ഷെ എന്തെന്നറിയില്ല, ഇപ്പോൾ ഇവൻ്റെ പേരിൽ കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മോനെ എവിടെയാ തെറ്റുപറ്റിയത്, എവിടെയാ കുഴപ്പം പറ്റിയത്? അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇന്നലെ ക്ലാസ്സിൽ ചെന്നപ്പോൾ ഏറ്റവും ഡീസൻ്റായി അവനെ കാണുന്നു. ഇവിടെ 2-3 വികാരങ്ങളാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് പകർത്തപ്പെട്ടത്. ഒന്ന്, നീ പണ്ട് നല്ലവനായിരുന്നു, ദ ടീച്ചർ ഹാസ് നോട്ടീസ്ഡ് മീ, ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിൽ മാറ്റം ഉണ്ടായപ്പോഴും അധ്യാപകൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ മോശമാകേണ്ടവനല്ല എന്നതാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്.
ഇത് മതിയാകും പലയിടത്തും. ചെറിയ 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 അംഗീകാരങ്ങൾ, ചെറിയ ചെറിയ തിരുത്തലുകൾ വളരുന്ന കുട്ടികളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകാരമാണ്. ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറ്റൻഷനും ആക്സെപ്റ്റൻസും റെസ്പെക്റ്റും ബിലോങ്ങിങ്നെസ്സും ലവും ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ആറാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്, അവൻ്റെ അച്ചീവ്മെൻറ്റ് എന്നുള്ളത്. അത് എന്ത് വേണം? ആ അച്ചീവ്മെൻറ്റിലെ നമ്മൾ കാണണം, അതിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റുകൾ നൽകിക്കൊണ്ടിരിക്കണം. അവൻ്റെ നേട്ടങ്ങൾ നമ്മൾ വാച്ച് ചെയ്യണം. ആ നേട്ടങ്ങളെ വാച്ച് ചെയ്യുക മാത്രമല്ല, അതിന് അംഗീകാരം നൽകാനുള്ള ശ്രമവും ഉണ്ടാക്കണം. സാധാരണ എപ്പോഴും പേരൻസിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ പറയാറുണ്ട്, അനുഭവങ്ങളാണ്. 50-ൽ 45 മാർക്ക് കിട്ടിയൊരു കുട്ടി, ആ കുട്ടിയെ വഴക്ക് പറയുന്ന രക്ഷിതാവ്, എവിടെ പോയടാ 5 മാർക്ക്? 45 കിട്ടാൻ ആ കുട്ടി എത്ര കഷ്ടപ്പെട്ടു എന്നതോ, ആ കിട്ടിയതിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയോ ചെയ്യുന്നതിന് പകരം നഷ്ടപ്പെട്ടു പോയ 10% പേരിൽ കുട്ടിയെ വഴക്കടിക്കുന്ന, കുട്ടിയെ പീഡിപ്പിക്കുന്ന എത്ര രക്ഷിതാക്കൾ. അതിന് പകരം ഈ കിട്ടിയതിൽ ആദ്യം നിങ്ങൾ അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ട് അവനോട് ചോദിക്കുക, എവിടെയാ പോയത്? 5 മാർക്ക് നിനക്ക് എവിടെ പോയി? നിനക്ക് കിട്ടേണ്ടതാണല്ലോ മുഴുവൻ മാർക്കും. അത് പോസിറ്റീവായി മാറി. ആ കുട്ടി പിന്നീട് അടുത്ത എക്സാം വരുമ്പോൾ മുഴുവൻ മാർക്ക് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ ഓർത്തു പോകുന്നു, ഞങ്ങൾക്ക് TCAയുടെ വർക്ക്ഷോപ്പ് എടുത്തിരുന്ന ഒരു പ്രമുഖനായ പ്രൊഫസർ, അദ്ദേഹം പറഞ്ഞൊരു അനുഭവം. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ബിലോ ആവറേജ് ആണ്, ബിലോ ആവറേജ്, പഠനത്തിൽ എന്നും ബിലോ ആവറേജ്. പക്ഷേ ഇപ്പോൾ ലണ്ടനിലെ ഏറ്റവും ഉയർന്ന ഒരു കമ്പനിയിൽ ഉയർന്ന ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്നു. എന്നിട്ട് അച്ഛനോട് വിളിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന സ്ട്രീറ്റിൽ ഇന്ന സ്ഥലത്തൂടി വണ്ടി ഓടിച്ചു പോകുന്നു. അദ്ദേഹം പറയുന്നു, ആ ബിലോ ആവറേജ് ആയ മകൻ ഇന്ന് ലണ്ടനിലെ ഉന്നത സ്ഥാപനത്തിലെ ഉന്നത ജോലി സ്ഥലത്ത് എത്തിയതിൻ്റെ പിന്നിൽ മനഃശാസ്ത്രപരമായി സമീപിച്ച ആ അച്ഛനാണ് കാരണം ഏത് സമയത്തും ഈ കുട്ടിക്ക് പോസിറ്റീവ് സപ്പോർട്ടാണ്. ബൈക്ക് എടുത്താൽ പറയും, മോനെ നീ ബൈക്ക് പോകേണ്ടവനല്ലടാ, നീ കാർ എടുത്തു പോയിക്കോ. അങ്ങനെ തുടങ്ങി ഏത് കാര്യത്തിലും നീ ഇങ്ങനെ ആയാൽ പോരാ, നീ ഒന്നുകൂടി നിനക്കതിനേക്കാൾ കഴിയുമെന്നുള്ള നിലക്ക് അദ്ദേഹം നൽകിയ ബാക്ക് സപ്പോർട്ട് ആ ബിലോ ആവറേജിനെ ഹൈ അച്ചീവറാക്കി മാറ്റുകയാണ്. ഇതൊരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കുകൾ, ഈ അച്ചീവ്മെൻറ്റിന് അവർ നടത്തുന്ന ഫീഡ്ബാക്കുകൾ കുട്ടിയിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ കഴിഞ്ഞ ഇവിടെയുള്ള മുമ്പൊരു ക്ലാസ്സിലും സൂചിപ്പിക്കുന്നുണ്ട്, സാധാരണ ഞങ്ങൾ ബസ്സിലൊക്കെ കുട്ടികൾ കരയുമ്പോൾ സ്വീകരിക്കാറുള്ള ചില മാർഗങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ ഈ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഈ രാവിലെ KG ക്ലാസ്സിലെ കുട്ടികൾ എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ബസ് കയറുന്നത്. നിങ്ങൾ കാണുന്ന രംഗാണല്ലോ റോഡ് സൈഡിൽ നിന്ന്. ഉമ്മയുടെ സാരിത്തലക്ക് അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന കുട്ടി വണ്ടി കയറിയാൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്തു പറഞ്ഞാലും കരച്ചിൽ നിർത്തൂല. തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അങ്ങനെ. അപ്പോൾ സാധാരണ ഞങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റെഡിങ് പെന്നെടുക്കും. കാരണം അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഈ ചുവന്ന പേന ഞങ്ങളുടെ കയ്യിലുണ്ടാകും. കാരണം അത് റെക്കഗ്നിഷൻ്റെ അംഗീകാരം. +2 ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും ഒരു പ്രോബ്ലം ചെയ്തിട്ട് അവർക്ക് നീലമഷി കൊണ്ട് ശരിയിട്ട് കൊടുത്താൽ ഇത് പോരാ സാറേ എന്ന് പറയും. റെഡിങ് ഈസ് ദ മാർക്ക് ഓഫ് റെക്കഗ്നിഷൻ. അതങ്ങനെ കുട്ടിയുടെ മനസ്സിൽ. അപ്പോൾ സാധാരണ ബസ്സിൽ ചെയ്യാന്ന് വെച്ചാൽ അനുഭവമാണ്. പല ദിവസങ്ങളിലും കുട്ടികൾ കരയുമ്പോൾ ഈ ചുവന്ന പേന എടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പറയും, ഷോ ദിസ് ടു യുവർ പാരൻസ് ആൻഡ് ടെൽ ദം ദാറ്റ് ദിസ് സ്റ്റാർ ഈസ് ഗിവൺ ബൈ സർ ഫോർ കീപ്പിംഗ് ഡിസിപ്ലിൻ ഇൻ ദ ബസ്. മതി, കുട്ടി കരച്ചിൽ നിർത്തും. വേറൊന്നും വേണ്ട. ഈ ഒരു ചെറിയ അടയാളം, സ്റ്റാറുകൾ. സാധാരണ നമ്മൾ ഉയർന്ന ക്ലാസ്സിൽ പോലും എന്തെങ്കിലും ഒരു വർക്ക് കുട്ടികൾ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഐ വിൽ ഗിവ് 2 സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ മതി. 17-കാരനായ 18-കാരനായ കുട്ടി ഒരു കൊച്ചു കുട്ടിയെ പോലെ സെക്കൻഡുകൾ കൊണ്ട് കാര്യം പൂർത്തീകരിക്കും. കാരണം ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഇതൊരു അംഗീകാരമാണ്. പാരൻസിന് സ്റ്റാർ കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അതിന് പകരം ഒരു തട്ടൽ മതി, ഒരു തലോടൽ മതി, ഒരു പുഞ്ചിരി മതി. അല്ലെങ്കിൽ അന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഒരു ഗിഫ്റ്റായി അവന് കൊടുത്താൽ മതി. അത് ആ മനസ്സിൽ നിലനിൽക്കും. അങ്ങനെയാണ്. ഞാൻ ഓർത്തു പോകുന്നുണ്ട്, കേരളത്തിലെ പ്രമുഖനായൊരു പണ്ഡിതൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം. ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ പണ്ഡിതൻ സ്ഥാപനം സന്ദർശിച്ചു. കുട്ടിയെ കാണുന്നു, പരിചയപ്പെടുന്നു, മാർക്ക് ചോദിക്കുന്നു. ക്ലാസ്സിൽ 2ാം റാങ്കാണ്. അദ്ദേഹത്തോട് പറയുന്നു, അടുത്ത തവണ ഞാൻ വരുമ്പോൾ 1ാം റാങ്ക് കിട്ടണം. കൃത്യം 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം അതേ ഹോസ്റ്റലിൽ വരുന്നു, ഒരു പേനയും കൈ പിടിച്ച്. ഈ കുട്ടിയെ വിളിക്കുന്നു, ചോദിക്കുന്നു, ഇപ്പോൾ 1ാം റാങ്ക്. ആ പേന കൊടുക്കുന്നു. ആ സുഹൃത്ത് ഇന്ന് കുവൈത്തിൽ ഒരു ഉയർന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്. 9ാം ക്ലാസ്സിൽ പഠിച്ച കാലത്തെ അദ്ദേഹം നൽകിയ ആ പേനയെക്കുറിച്ച് ഇന്നും മനസ്സിലോർക്കുന്നു. കുട്ടി അങ്ങനെയാണ്. ഏത് വിലപിടിപ്പുള്ള വസ്തുവിനേക്കാളും തൻ്റെ ഒരു പ്രവർത്തനത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരം, അതൊരു ചുവന്ന ശരിയാകാം, ഒരു സ്റ്റാർ ആകാം, ഒരു പാറ്റിംഗ് ആകാം,
ഒരു ഗുഡെന്ന് പറയലാകാം. ഇതൊക്കെ കുട്ടിയിൽ വലിയ മാറ്റം വരുത്തും. അതുകൊണ്ട് നന്മയെ ഈ രൂപത്തിൽ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സൈക്കോളജിക്കൽ നീഡ്സിൽ 7ാമത്തെ ഏറ്റവും പ്രധാനമായ ഒന്ന് ഫ്രണ്ട്ഷിപ്പാണ്. സൗഹൃദ ബന്ധം മക്കളുമായി ഉണ്ടാവുക. അത് ടീച്ചേഴ്സ് ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും. ഇത് സോഷ്യലൈസേഷനെ എൻകറേജ് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് കുട്ടിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാട്ടിലെ ജീവിതവും ഇവിടുത്തെ ജീവിതവും തമ്മിൽ ഈ കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ അച്ചീവ്മെൻറ്റ്സിലുള്ള ഡിഫറൻസ് ശരിക്കും നേർക്ക് നേരെ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ പ്രവാസ ജീവിതത്തിലെ മക്കൾ നഷ്ടത്തിലാണ്. സോഷ്യലൈസേഷൻ്റെ വലിയൊരു തലം ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷണലായിട്ട് നോക്കുമ്പോൾ വൈകാരിക തലത്തിൽ പലപ്പോഴും നമ്മുടെ പ്രവാസികളുടെ മക്കൾ വളരെ പിറകിലാണ് എന്ന് കാണാം. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഇഷ്യൂകൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നു. വളരെ നിസ്സാമയരായവർക്ക് അതിൽ കിട്ടി. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. ഹൈ പ്രൊഫൈലുള്ള 2 പേര്, വളരെ ഉയർന്ന പ്രൊഫൈൽ, വെൽ എഡ്യൂക്കേറ്റഡ്. പ്രശ്നത്തിൻ്റെ മർമ്മം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ 2 പേരും പഠിച്ചു വളർന്നത് ഗൾഫിലാണ്. 2 പേരും വളർന്ന സാഹചര്യങ്ങൾ ആ വിധത്തിലാണ്. ഷെയറിങ്ങുകൾ നടന്നിട്ടില്ല. ഫാമിലി റിലേഷൻഷിപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാനസികമായി പല വിഷയങ്ങളെയും നേരിടാനുള്ള പക്വതകളത്തിൽ അവസാനം അവരുടെ മുഖത്ത് നോക്കി എനിക്ക് പറയേണ്ടി വന്ന അല്പം കാർക്കശ്യത്തോടു കൂടി, യു ഹാവ് വെരി ഹൈ പ്രൊഫൈൽ, യു ആർ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് യു ആർ വെരി ഗുഡ് ഫ്രം ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ബട്ട് ഐ എം സോറി ടു സേ ദാറ്റ് യുവർ പ്രോബ്ലം ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് LKG സ്റ്റുഡൻസ്. അങ്ങനെ പറയേണ്ടി വന്നു എനിക്ക് അവരോട്. വളരെ നിസ്സാരമാണ്. പ്രശ്നം എവിടെയാണ്? ഈ പ്രവാസ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളുണ്ട്. ഒന്ന്, പിയർ ഗ്രൂപ്പിലൂടെ ഒരു കുട്ടിക്ക് ഒരുപാട് അറിവ് ലഭിക്കാനുണ്ട്. അത് നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? നാട്ടിലെ സ്കൂൾ ഗ്രൗണ്ടിൽ പന്ത് കളിച്ച് നടന്നിടത്ത്, മാവൂര് കല്ലെറിഞ്ഞ് നടന്നിടത്ത്, റോട്ടിലൂടെ വണ്ടി ഉരുട്ടി നടന്ന സമയത്ത്, കല്യാണ വീടുകളിൽ ഒന്നിച്ചു കളിച്ച് നടന്നപ്പോൾ ഈ പിയർ ഗ്രൂപ്പിലൂടെ ഫാമിലിയിലൂടെ ഒക്കെ കിട്ടിയ ഒരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകളാണ് ഞാനെന്ന നിങ്ങളെന്ന ഈ വ്യക്തിയെ നമ്മളാക്കി മാറ്റിയത്. ഇതിലൊരുപാട് തലം നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാം ക്ലാസ്സിൽ വലിയ ബഹളം. എന്താ നോക്കിയാൽ ഒരു ചെറിയ പാറ്റ, കൂറയുടെ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കാകെ ബഹളമാണ്. ഒരു ചെറിയ പുഴു, അതിനെ കണ്ടിട്ട് കുട്ടികൾ ഒന്നിച്ച് പോയി കൂടുന്നത്. സർ മേ ഐ ഗോ ടു ക്ലിനിക്? എന്തോടോ പ്രശ്നം? സ്റ്റേപ്ലറിൻ്റെ പിന്നു കുത്തി ചോര പൊടിച്ചിട്ട്. അതാണ് നാട്ടിലെ കുട്ടിയോ പന്ത് കളിക്കുമ്പോൾ ഒരു കാല് ഈ കെടുപ്പിന്ന് തെറ്റി കെട്ടി ആ 1.5 കാലുകൊണ്ട് ഫുട്ബോൾ കളിക്കും. പിന്നെ പ്രശ്നമില്ല അവന്. റമദാൻ മാസത്തിൽ രാവിലെ വെയിലത്തേക്ക് ഇറങ്ങി വൈകുന്നേരം വരെ കളിച്ചാലൊന്നും അവനൊരു ക്ഷീണമില്ല. ഹി ഹാസ് വെൽ സ്റ്റാമിന, ഗുഡ് സ്റ്റാമിന. പ്രശ്നങ്ങൾ നേരിടാനുള്ള ശക്തിയുണ്ട്, കരുത്തുണ്ട്. ഇതൊക്കെ പ്രവാസ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതിൻ്റെ ഫലം എന്നോണം പലപ്പോഴും കാണാം നമുക്ക്. നിങ്ങൾ മലയാള പത്രങ്ങളിലെ മാട്രിമോണിയൽ പേജ് എടുക്കുക, വിവാഹ പരസ്യം എടുത്തു നോക്കൂ. ബഹുഭൂരിഭാഗം നിങ്ങൾക്ക് കാണാം പ്രവാസ ജീവിതം നയിക്കുന്ന വിവാഹമോചിതയായ പെൺകുട്ടി അനുയോജ്യനായ വരനെ തേടുന്നു. ഗൾഫിൽ വളരുന്ന പല പെൺകുട്ടികളും പിന്നീട് നാട്ടിലേക്ക് വിവാഹം ചെയ്യപ്പെടുമ്പോൾ ആ ഫാമിലി സ്റ്റാറ്റസുമായി ഒത്തുപോകാൻ കഴിയാതെ പ്രശ്നങ്ങളിലായി കഴിഞ്ഞ് ഡൈവോഴ്സ് ആകുന്ന കേസുകൾ വളരെ കൂടുതലാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വലിയൊരു കാര്യം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിൽ എത്തിച്ചേർന്നാലും ആ സാഹചര്യവുമായി അനുയോജ്യമായി വളരാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കണം. യൂണിസെഫ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യമായി 10 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമതായി പറയുന്നത് ക്രിയേറ്റ് എമ്പതി എന്നതാണ്. കുട്ടിയിൽ അനുതാപം വളർത്തിയെടുക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പതി ആൻഡ് എമ്പതി? നമുക്കറിയാം. സിമ്പതി എന്ന് പറഞ്ഞാൽ അനുകമ്പ. ഒരാളെ കാണുമ്പോൾ, ഒരു രോഗിയെ കാണുമ്പോൾ, ഒരു അന്ധനെ കാണുമ്പോൾ അയ്യോ പാവം എന്ന് പറയുന്നത്. എന്നാൽ എമ്പതി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പേഴ്സണലൈസ്ഡ് ഫോം ഓഫ് സിമ്പതി. ആ പ്രശ്നം അഭിമുഖീകരിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറുകയാണ്. എമ്പതി ക്രിയേറ്റ് ചെയ്യലാണ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നതാണ് യൂണിസെഫ് അതിൻ്റെ 1ാമത്തെ കാര്യമായി പറയുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഈ വിഷയം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. വേദനിക്കുന്നവൻ്റെ വേദന അറിയാതെ, കരയുന്നവൻ്റെ കണ്ണീരൊപ്പാതെ, എരിയുന്ന വയറിൻ്റെ പ്രശ്നം പരിഹരിക്കാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഫി ജന്നാത്തി യതസാഅലൂന അനിൽ മുജ്രിമീൻ മാ സലകകും ഫി സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. അഗതിയുടെ, അനാഥൻ്റെ, വേദന അനുഭവിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുമായി സമരസപ്പെടാൻ മാനസികമായി അവരെ തയ്യാറാക്കുക. 2, ക്രിയേറ്റീവ് തിങ്കിങ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രവാസി മക്കൾ ഈ വിഷയത്തിൽ വളരെ പിറകിലാണ്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വലിയൊരു പ്രശ്നം അവിടെയുണ്ട്. ഒരു അനുഭവം ഞാൻ പറയട്ടെ.
ഒരു മാത്തമാറ്റിക്സ് അധ്യാപകൻ എന്നുള്ള നിലക്ക് കഴിഞ്ഞ ആഴ്ച സ്കൂളിലെ എക്സാം 9ാം ക്ലാസ്സിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹെറോൺസ് ഫോർമുല എന്ന് പറയും. A is equal to root of s into s minus a into s minus b into s minus c. A, B, C 3 സൈഡ്സിൻ്റെ ലെങ്ത്താണ്. 12 ക്വസ്റ്റ്യൻ എയും ബിയും സിയും കൊടുത്തിട്ട് ഏരിയ കാണാനുള്ള കാര്യം കുട്ടിയെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം എയും ബിയും സിയും തരുന്നതിന് പകരം സെമി പെരിമീറ്റർ ഇത്ര എന്ന് കൊടുത്തു, എന്ന് പറഞ്ഞാൽ എസ് ഇത്ര എന്ന് കൊടുത്തു. പക്ഷേ എസ് എന്ന് പറഞ്ഞാൽ കുട്ടി പഠിച്ചു വെച്ചത് a+b+c/2 എന്നാണ്. സെമി പെരിമീറ്റർ എന്ന് പല കുട്ടിക്ക് അറിയും. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് സെമി പെരിമീറ്റർ ഇത്ര, ഡിഫറൻസ് ഓഫ് ഈച്ച് സൈഡ്സ് വിത്ത് സെമി പെരിമീറ്റർ ഇത്ര 3 കൊടുത്തു. എന്ന് വെച്ചാൽ s-a s-b s-c കൊടുത്തു. 35 കുട്ടികളിൽ 5 കുട്ടികൾ മാത്രമാണ് ആ പ്രോബ്ലം അറ്റൻഡ് ചെയ്തത്. എന്താ കാരണം? ഒരല്പം ട്വിസ്റ്റഡായിട്ട് കാര്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്കറിയില്ല. അനുഭവമാണ് പലപ്പോഴും. ക്ലാസ്സിൽ കുട്ടി എഴുന്നേറ്റെന്ന് ചോദിക്കും. എന്താ ചോദ്യം? സർ, അവർ ടീച്ചർ ഹാസ് ഗിവൺ ദിസ് ആൻസർ ഓഫ് 1 question. Now here it is given as 2 questions. What we have to do? ചോദ്യം. ക്ലാസ്സിലെ നോട്ടിൽ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഇത് തന്നത്, ഇവിടെ ഒറ്റ ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ സർ ചെയ്യേണ്ടത്? ഈ തരം ചോദ്യം ആരാ ചോദിക്കുന്നത്? 9ലും 10ലും എത്തിയ കുട്ടി. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്ന് തിരിയുമ്പോഴേക്ക് അത് ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ പലപ്പോഴും ഒരു പക്വത നമ്മുടെ മക്കളെത്തുന്നില്ല. ഇവിടെ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിയാത്മകമായ ചിന്ത കുട്ടിയിൽ വളർത്തുക എന്നുള്ളതാണ്. അഥവാ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കണം. 2+3 = 5 എന്ന് പഠിക്കുന്ന ഒരു കുട്ടി 12+3 = 15 എന്നും 12+13 = 25 എന്നും സ്വാഭാവികമായിട്ട് പഠിക്കും. അത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഒരു സ്ഥലത്ത് പഠിച്ചൊരു കാര്യം മറ്റൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ കുട്ടി പഠിക്കും. അപ്പോഴാണ് അവൻ മാനസികമായ വളർച്ച നേടുന്നത്. ഈ ഒരു തലത്തിൽ നമ്മുടെ പ്രവാസി മക്കൾ വളരെ പിറകിലാണ്. കാരണം ഒരു തരം ക്രാമിങ്ങിലൂടെ കരണ്ട് തിന്നുന്ന, നോട്ട്സ് അങ്ങനെ തന്നെ പഠിച്ച് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ തന്നെ എഴുതുന്ന ആ ഒരു അവസ്ഥ കൊണ്ട് പലപ്പോഴും നാട്ടിലെത്തുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മുടെ പ്രവാസി മക്കൾ പരാജയപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് വേർതിരിച്ചു പഠിക്കാനും ക്രിയാത്മകമായി കാര്യങ്ങളെ സമീപിക്കാനും നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനപ്പുറം ചില കാര്യങ്ങൾ നമ്മൾക്ക് അവർക്ക് നൽകണം. 3ാമത്തെ ഏറ്റവും പ്രധാനമായ കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആശയവിനിമയത്തിൻ്റെ ശേഷി, അതേപോലെ സ്വാവബോധം, സെൽഫ് അവയർനെസ്, ഞാൻ ആരാണ് എന്നുള്ള ചിന്ത, ഇതേപോലെ തന്നെ ഉചിതമായ തീരുമാനമെടുക്കാൻ, ഡിസിഷൻ മേക്കിംഗ്, അതിനുള്ള കഴിവ്, ഇതേപോലെ തന്നെ പ്രശ്നപരിഹാര ശേഷി, പ്രോബ്ലം സോൾവിങ്, മുന്നിൽ വന്നിരിക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെ പരിഹാരം അതിന് കാണാം, ഈ ചിന്ത, ഇതൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മക്കൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായ മറ്റൊരു വിഷയമാണ് ക്രിട്ടിക്കൽ തിങ്കിങ്, അഥവാ വിമർശനാത്മകമായി കാര്യങ്ങളെ വിലയിരുത്താനും അവബോധങ്ങളിലേക്ക് എത്താനുമുള്ള കഴിവ്. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിച്ചു എന്നാണ് ഓർക്കുന്നത്. ഒരു കല്യാണ വീട്ടിൽ ചെന്ന സമയത്ത് പിന്നെ അവിടെ ഒരു വലിയ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിരിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു പ്രായത്തിലുള്ള കുട്ടികൾ ആ കുട്ടികളുടെ ഉമ്മ വന്നിട്ട് പറയുന്നു, ഇതിൽ കൈയിടരുത്, വെള്ളത്തിൽ കൈയിടരുത്, ഇത് ഉദവ് ചെയ്യാനുള്ള വെള്ളമാണ്. ഉടനെ 4 വയസ്സുള്ളൊരു കുട്ടിയുടെ തിരിച്ചുള്ള ചോദ്യം, കൈയിട്ടിട്ടല്ല ഉള്ളെടുക്കാറുള്ളത്, പിന്നെന്താ പ്രശ്നം? ഞാൻ വെരി ഗുഡ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഉമ്മയോട് പറഞ്ഞു, അവന് പ്രൈസ് കൊടുക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം അവനെ. യെസ്, വെരി ക്രിട്ടിക്കൽ തിങ്കിങ്. പക്ഷെ ഉമ്മ എന്താ സാധാരണ ചെയ്യാൻ മുഖത്തൊന്ന് കൊടുക്കും, തർക്കുത്തരം പറയുന്നെന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ നമ്മുടെ കുട്ടികൾ വിമർശനാത്മകമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ഘട്ടങ്ങളിൽ വളരെ പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ തവണ സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടക്കുകയാണ്. അപ്പോൾ ഈ ഷോർട്ട് പുട്ട് ത്രോ നടക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു പയ്യൻ മറ്റൊരു പയ്യനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മാറി നിന്നടാ, ജീവിതം മാറ്റിമറിക്കാൻ ഒരു ഏറ് മതി എന്ന് പറഞ്ഞു. ഞാൻ അവനെ ഉടനെ വിളിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നന്നായി ഒന്ന് അഭിനന്ദിച്ചു. കാരണം എത്ര സുന്ദരമായൊരു പ്രയോഗം, അത് മലയാളത്തിൽ നമ്മുടെ ഗൾഫിലെ ഒരു കുട്ടി അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ, അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അവരെ പോടാ എന്ന് പറയുക, അല്ലെങ്കിൽ ഇത് ബഹുമാനമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം കുട്ടിയുടെ ക്രിയേറ്റീവായി കാര്യങ്ങളെ കണ്ടെത്താനുള്ള ശേഷിയെ നമ്മൾ അഭിനന്ദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ മറ്റൊന്ന് 8ാമത്തെ പോയിൻ്റായി പറയുന്നതാണ് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ വൈകാരികമായ പൊരുത്തപ്പെടൽ. ഇത് സാധിക്കാതിരിക്കുമ്പോഴാണ്
ചിലപ്പോൾ 12 കൊല്ലം ഗൾഫിൽ കൂടെ പഠിപ്പിച്ച കുട്ടിയെ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടി നാട്ടിലേക്ക് അയച്ച് മറ്റൊരു ഹോസ്റ്റലിൻ്റെ സാഹചര്യത്തിലാകുമ്പോൾ ഒന്നുകിൽ അവിടെയുള്ള ബാഡ് കമ്പനിയിൽ പെട്ടിട്ട് വളരെ മോശമായി അവൻ പോകുന്നു, അല്ലെങ്കിൽ മാനസികമായി അവൻ ആകെ സ്ട്രെസ്സായി ഉടനെ ഉമ്മക്ക് ഫോൺ ചെയ്ത് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൊടുത്ത കാശ് മുഴുവൻ നഷ്ടത്തിലായി ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു. ഏത് പ്രതികൂലമായ സാഹചര്യത്തിൽ എത്തിച്ചേർന്നാലും കോപ്പിംഗ് വിത്ത് ഇമോഷൻ ആൻഡ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഇത് രണ്ടും നേരിടാനുള്ള കഴിവ് കൊച്ചു നാളുകളിലെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. അതിന് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, തലോടലിൻ്റെ കൂടെ തന്നെ ചില സന്ദർഭങ്ങളിൽ ശാസനയുടെ തിരുത്തലുകളും നമുക്ക് നടത്തേണ്ടി വരും. ഇത് പണിഷ്മെൻറ്റിനെ കുറിച്ച് സൈക്കോളജി പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഒരിക്കലും അല്ല. സ്നേഹിക്കുന്ന ഒരു ഉപ്പയിൽ നിന്ന് ഒരു നോട്ടം, തീക്ഷ്ണമായൊരു നോട്ടം, അല്ലെങ്കിൽ കൈകൊണ്ടുള്ള ചെറിയൊരടി, അത് കുട്ടിയെ വല്ലാതെ വേദനിപ്പിക്കും. ഞാൻ ഓർത്തു പോകുന്നത്, ഞങ്ങൾക്ക് എം.എഡിന് പഠിക്കുന്ന സമയത്ത് സൈക്കോളജി പഠിപ്പിച്ചിരുന്ന സാറ്, അദ്ദേഹം വളരെ പ്രായം കൂടിയ ഒരു മനഃശാസ്ത്ര വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണ്. അദ്ദേഹം പറഞ്ഞു, 49 വയസ്സുള്ള എൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നീറ്റ്നെസ് ഉള്ള മകളാണ്, വൃത്തിബോധം വളരെയധികം ഉണ്ടാവണം. അത് ഒരു മിഠായിലൂടെ അവൾ പഠിച്ച നഴ്സറിയിലെ ടീച്ചർ നൽകിയതാണ്. എന്താ സംഭവം? ഒന്നുമില്ല. ക്ലാസ്സിലേക്ക് വന്ന ടീച്ചർ മിഠായി കൊണ്ടുവന്ന് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ കൊടുത്തു. ഈ കുട്ടിയുടെ മുന്നിലെത്തിയപ്പോൾ കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടിയപ്പോൾ കയ്യിൽ അഴുക്കുണ്ട്. അയ്യേ, ഇതിൽ എങ്ങനെ ടീച്ചർ മിഠായി തരും എന്ന് പറഞ്ഞ് ഡെസ്കിൽ വെച്ചു. ആ കുട്ടി വീട്ടിലെത്തുന്നു, അച്ഛനോട് പറയുന്നു, അച്ഛ കൈ സോപ്പിട്ട് കഴുകിത്തരണം. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കുന്നൊരു പിതാവായതുകൊണ്ട് അദ്ദേഹം സാധാരണ മോളെ നിർബന്ധിക്കണം വാഷ് ചെയ്യാൻ വേണ്ടി, ഇന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പറയാൻ കാരണം, അപ്പോഴാണ് ടീച്ചർക്ക് വിളിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയും. ആ കുട്ടിയെ വേദനിപ്പിച്ച കാര്യം, സ്നേഹിക്കുന്ന ടീച്ചർ എല്ലാവർക്കും കയ്യിൽ കൊടുത്തപ്പോൾ എനിക്ക് മാത്രം ഡെസ്കിൽ വെച്ച് തന്നു. വന്നത് സ്നേഹിക്കുന്ന ടീച്ചറിൽ നിന്ന് കയ്യിൽ മിഠായി ലഭിക്കാതിരുന്നപ്പോൾ ഉണ്ടായ വേദനയാണ്. തന്നിൽ ഈ ഒരു കാര്യം നിലനിന്നത് കൊണ്ടാണ് ആ സ്നേഹം നഷ്ടപ്പെട്ടതെന്ന് കുട്ടി തിരിച്ചറിയുകയും അച്ഛൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് കൈ കഴുകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഒരു വാല്യൂ കുട്ടിയിലേക്ക് പകർത്തപ്പെട്ടു, ഒരു മൂല്യം കുട്ടിയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടു. എങ്ങനെ അത് പകർന്നു നൽകപ്പെട്ടത്? സ്നേഹത്തിലൂടെയാണ്. ടീച്ചർ സ്നേഹത്തിലൂടെ നൽകിയത്. വാല്യൂവിനെ കുറിച്ച് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന കാര്യം, വാല്യൂസ് ആർ നെവർ ടോട്ട് ബട്ട് ടു ബി കോട്ട്. മൂല്യങ്ങൾ ഒരിക്കലും പഠിപ്പിക്കപ്പെടേണ്ടതല്ല, അത് സ്വാംശീകരിച്ചെടുക്കേണ്ടതാണ്. ഖുർആൻ ഓതടാ എന്ന് മോനോട് പറഞ്ഞോട് കാര്യമല്ല. ഉപ്പ സുബഹി കഴിഞ്ഞ് ഖുർആൻ എടുത്ത് ഓതുന്നത് കുട്ടി കാണുമ്പോഴാണ് ആ കുട്ടിയിൽ സ്വാധീനം ഉണ്ടാവുക. ജമാഅത്തിന് ഉപ്പ പള്ളിയിലേക്ക് സ്ഥിരമായി പോകുന്നത് കുട്ടി കാണുമ്പോഴാണ് അത് കുട്ടിയിൽ സ്വാധീനം ചെലുത്തുക. ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ മോഡലായി നമ്മൾ വർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചെറുപ്രായത്തിലാകുമ്പോൾ ഹീറോ വർഷിപ്പ്, വീരാരാധന കുട്ടിയുടെ മാനസികമായ സവിശേഷതകളൊന്നാണ്. പകർത്താനുള്ള ശ്രമം, ആ പകർത്താനുള്ള ശ്രമം അവർ നടത്തുമ്പോൾ അവിടെ മോഡലുകൾ അവരുടെ മുന്നിൽ വേണം. ഇന്ന് പലപ്പോഴും മീഡിയകൾ പ്രദർശിപ്പിച്ചു കൊടുക്കുന്ന ക്രിക്കറ്റിൻ്റെ സിനിമയുടെ രംഗത്തുള്ള ഹീറോമാരാണ് അവരുടെ മുമ്പിൽ മോഡൽ. അതുകൊണ്ട് ആ മാതൃക അവർ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനു പകരം ദീൻ അവരെ പഠിപ്പിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മോഡൽ അവരുടെ മുമ്പിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, നേരത്തെ ഇവിടെ ടീനേജ് ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞ പോലെ അവർക്ക് ലഭിക്കാത്തത് ലഭിച്ച അനുഭവം അവർക്കുണ്ടായിത്തീരും. ആ മാതൃക പകർത്താനുള്ള ശ്രമം അവരിലൂടെ ഉണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ മാതൃക അന്വേഷിക്കുന്ന പ്രായത്തിൽ ഒരു റോൾ മോഡലാകാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന പേരൻസിന് സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ പ്രവാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിത രീതി വലിയൊരു പ്രശ്നമാണ്. ഞാൻ ദുഃഖത്തോടു കൂടി ഓർക്കുന്ന ഒരു യാഥാർത്ഥ്യം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുള്ള ഉപ്പ പറയാണ്, ഫ്ലാറ്റ് അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സിംഗിൾ ബെഡ്റൂം മതി, കാരണം പിള്ളേർ ഞങ്ങളുടെ കൂടെ കിടക്കുള്ളൂ. ഇതൊരു വലിയ ദുരന്തമാണ് സഹോദരങ്ങൾ. അള്ളാൻ്റെ റസൂലിൻ്റെ നിർദ്ദേശമാണ് മാറ്റിക്കിടത്തേണ്ടുന്ന പ്രായത്തിൽ അവരെ മാറ്റിക്കിടത്തുക എന്നുള്ളത്. ഇക്കാര്യം ചെയ്യേണ്ടി വന്ന ഒട്ടനവധി കേസുകൾ പലപ്പോഴും സ്കൂളിൽ വന്നിട്ട് കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. കാരണം അവർ നേർക്ക് നേരെ വീക്ഷിക്കുന്നു ഉപ്പയുടെയും ഉമ്മയുടെയും കിടപ്പറ രംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ അതിൻ്റെ ദുരന്ത ഫലമായി ഉണ്ടാകാവുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള പ്രശ്നങ്ങൾ ഒട്ടനവധിയുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ആളുടെ കൂടെ ഒളിച്ചു പോവുകയും വളരെ മോശമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം പഠിച്ച സമയത്ത് കുട്ടി പറഞ്ഞ കാര്യം എന്താ? ഞാൻ ഒരു മകൾ മാത്രമേ ഉള്ളൂ,
ഞാൻ ഉപ്പയുടെയും ഉമ്മയുടെയും അത്തരം കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാണ്. സത്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ആ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുമായുള്ള അള്ളാഹിൻ്റെ റസൂല് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ സ്വന്തം വീട്ടിൽ പോലും പ്രവേശിക്കാൻ നിങ്ങൾ അനുമതി ചോദിക്കണം എന്ന് പറഞ്ഞ 3 ഘട്ടങ്ങളുണ്ട്. നമുക്കറിയാം, ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സമയം, അതേപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സമയം, മിൻ ഖബലി സ്വലാത്തിൽ ഫജ്ർ വഹൈന തളഊന സിയാബക്കും മിനൽ ലഹീറ. 1 ഫജ്റിന് മുമ്പുള്ള സമയം, 2 ഉച്ച ഉറക്കത്തിന് വേണ്ടി വസ്ത്രം മാറ്റിവെക്കുന്ന സമയം, 3 ബാദി സ്വലാത്തിൽ ഇഷാന് ശേഷമുള്ള സമയം. ഇത് ഒരു വീട്ടിൽ തന്നെ ആണെങ്കിൽ പോലും ഉപ്പയുടെ റൂമിൽ കയറാൻ മക്കൾ അനുമതി ചോദിക്കേണ്ടെന്ന, സഹോദരൻ്റെ റൂമിൽ കയറാൻ സഹോദരൻ പെർമിഷൻ ചോദിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളാണ്. ആ കാര്യം പറഞ്ഞിട്ട് ആ ആയത്തിൽ അള്ളാഹ് പറഞ്ഞെന്താ, സലാസു ഔറാത്തിലക്കും, നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളുടെ 3 സന്ദർഭം എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ചില ബാരിയേഴ്സ്, ചില പരിധികൾ അത് കീപ്പ് ചെയ്യപ്പെടണം. അത് പലപ്പോഴും നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഷെയറിങ് ഫാമിലി, പരസ്യം കൊടുക്കുക നമ്മൾ. എന്നിട്ട് ഒരാളുടെ ഫാമിലി നാട്ടിൽ പോയ സമയത്ത് മറ്റേ ഫാമിലി ഇയാൾ ഒന്നിച്ച് കഴിയുന്നൊരവസ്ഥ, മക്കൾ ഒന്നിച്ച് കഴിയുന്നൊരവസ്ഥ. എത്ര ദുരന്തങ്ങൾ. അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും നേരത്തെ ജോലിക്ക് പോയി 2 പേരും എത്തുന്നതിന് മുമ്പ് മക്കൾ തിരിച്ചെത്തിയിട്ട് ഉണ്ടായിത്തീർന്ന പ്രശ്നങ്ങൾ എത്ര നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലൈഫ് സ്റ്റൈലിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ പരിധികൾ എപ്പോഴും ഞാനും നിങ്ങളും കാത്തു സൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. രണ്ടാമത്തെ ഒരു വലിയൊരു പ്രശ്നം, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ സോഷ്യൽ മീഡിയകൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അതൊരു വല്ലാത്ത ദുരന്തമാണ്. ഏറ്റവും വലിയ പൈശാചികതയുടെ വാതായനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ തുറന്നു വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിയ ഫാമിലി അവരുടെ ഒരു വലിയൊരു പ്രശ്നമായി അവതരിപ്പിച്ച കാര്യം, പെൺകുട്ടി പറയുന്ന കാര്യം, അദ്ദേഹത്തിന് എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയമല്ല, വീട്ടിൽ വന്നാൽ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസിലെ സഹപ്രവർത്തകയായ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ചാറ്റിങ്ങും ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇതാണ് അത്തരം ബന്ധങ്ങൾ ദുരന്തങ്ങളിലേക്ക് നയിക്കപ്പെട്ടതിൻ്റെ എത്ര അനുഭവങ്ങൾ, വിവാഹമോചനങ്ങളിൽ എത്തിച്ചേർന്നതിൻ്റെ എത്ര അനുഭവം. മാത്രമല്ല, മക്കളെ എങ്ങനെ നമുക്ക് ഉപദേശിക്കാൻ കഴിയും? ബെഡിൽ കിടക്കുന്ന നമ്മൾ കമഴ്ന്ന് കിടന്നിട്ട് ലാപ്ടോപ്പ് ഓണാക്കി നമ്മുടെ ഓഫീസിലുള്ള ആളുകളുമായി, സ്ത്രീകളുമായി, അന്യ സ്ത്രീകളുമായി നമ്മൾ ചാറ്റ് ചെയ്യുന്നത് കാണുന്ന മകനോട് നീ എങ്ങനെ ഗേൾ ഫ്രണ്ടിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് എങ്ങനെ നമ്മൾ പറയും? നമ്മുടെ മകളോട് നമ്മൾ എങ്ങനെ പറയും? അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ആദർശങ്ങൾ, ആശയങ്ങൾ സമ്പൂർണ്ണമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ മക്കളോട് നന്മ പറയാൻ നമുക്ക് അവകാശം ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇസ്മായിലുമാർ നമ്മുടെ വീടുകളിൽ വളർന്നു വരണമെങ്കിൽ ആദ്യം നമ്മൾ ഇബ്രാഹിമുമാരാകാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തെ ആ രൂപത്തിൽ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ദീനല്ലാതെ നമ്മുടെ മക്കളെ നന്നാക്കാൻ മറ്റൊന്നുമില്ല. ലോകത്ത് ആദർശം ഇസ്ലാം പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന, ഹദീസ് പഠിപ്പിക്കുന്ന അതിനപ്പുറത്തൊന്നുമില്ല ആർക്കും പറയാൻ. 7 സ്റ്റെപ്സ് ഓഫ് വേൾഡ് ഫേമസ് ഹീറോസ്, ഏത് പുസ്തകം നിങ്ങൾ എടുത്തു നോക്കൂ, ഏത് പുസ്തകം ലോകത്തെ ഖുർആനിൽ പറഞ്ഞതിനപ്പുറം ഹദീസിൽ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല. അതിൽ നമ്മുടെ കയ്യിലാണ് ലോകത്തെ വെല്ലുന്ന മഹത്തായ ആദർശമുള്ളത്. പക്ഷെ ആ അഭിമാന ബോധം നമുക്കില്ല. അതുകൊണ്ട് അന്യമതസ്ഥൻ്റെ ആചാരവും സംസ്കാരവും ആദർശവും തത്വചിന്തയും ഒക്കെ കടമെടുത്തിട്ട് അതിൻ്റെ പിന്നാലെ മുദ്രാവാക്യം വിളിക്കാൻ നമ്മൾ പോകുന്നത്. വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അത് നമ്മൾ പഠിക്കുക, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക, അവർക്കതിനുള്ള പരിശീലനങ്ങൾ നൽകുക. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സംവിധാനം, ഈ സ്ഥാപനം, ഇവിടുത്തെ മദ്രസ, ഇവിടുത്തെ ടീനേജ് ക്ലാസ്, അവസരങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുക. കുട്ടികൾ എത്ര സുന്ദരമായി വളർന്നു വരും, ഒരു സംശയവും വേണ്ട. ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് വിനയത്തോടു കൂടി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അയവിറക്കാനുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്. ഇന്നലെ പോലും ഞാൻ എൻ്റെ ക്ലാസ്സിൽ 2 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ പലപ്പോഴും ആക്ടിവിറ്റിക്ക് പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഇന്നലെ ദുബായിലൊരു ബാച്ച് 1/2 മണിക്കൂറാണ് ഒരു കുട്ടി ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ട് ഹൗ ടു ഡു ദഅവ, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ദഅവ, അവൻ തയ്യാറാക്കിയിരിക്കുന്ന, വളരെ നന്നായി തയ്യാറാക്കിയിരിക്കുന്ന കാര്യം അവൻ്റെ സഹപാഠികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എങ്ങനെ അമുസ്ലിമിൻ്റെ മുമ്പിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താം. 12ാം ക്ലാസ്സുകാരനായ കുട്ടിയെ വിശദമായി 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് വിശദമായി ക്ലാസ് എടുക്കുന്നു. ഒരു ചെറിയൊരു അവസരം നിങ്ങൾ നൽകൂ, അവർ വളർന്നു വരും, ആണാകട്ടെ പെണ്ണാകട്ടെ. പക്ഷെ വാതായനങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കണം. കൊച്ചു നാളുകളിലെ ഭക്ഷണം വായിൽ വെച്ചതിൻ്റെ കൂടെ ദീന് നൽകാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. സ്നേഹം കൊണ്ട് അവരുടെ തകരാറുകളെ നമ്മൾ തിരുത്തുക. ഒപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. റബ്ബാണ് നന്നാക്കേണ്ടത്. സാഹചര്യങ്ങൾ വളരെ മോശമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ പ്രാർത്ഥനയായി പഠിപ്പിച്ച വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ
മിൻ അസ്വാജിന വസുരിയാത്തിന ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ ഇണകളെയും സന്തതികളെയും നീ ഞങ്ങൾക്ക് കൺകുളിർമയാക്കി മാറ്റണമേ, വിശ്വാസികൾക്കുള്ള മാതൃകയാക്കി ഞങ്ങളെ നീ മാറ്റണമേ എന്ന ദുആ നിരന്തരമായി നാം നിർവഹിക്കുകയും ചെയ്യുക. എല്ലാ നന്മയിലും അവർ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. സ്വഹാബികൾ സുദീർഘമായ തറാവീഹ് നമസ്കാരത്തിൽ പോലും കൊച്ചുകുട്ടികളെയുമായി പള്ളികളിലേക്ക് പോയി. കാരണം പരിശീലിപ്പിക്കാൻ വേണ്ടി. റസൂലുള്ള കൂടെ ഇരുത്തിയ കൊച്ചുകുട്ടിയോട് കുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക് പറഞ്ഞു കൊടുക്കുന്നു. വലത്തത് കൊണ്ട് തിന്നു മോനെ, സമ്മില്ല ബിസ്മി ചൊല്ല്. ഇത് കൂടെ ഇരുത്തി നമ്മൾ പഠിപ്പിച്ചു വരേണ്ടതാണ്. അങ്ങനെ ആകുമ്പോഴേ ഏത് കാര്യത്തിലാട്ടെ, നാട്ടിൽ പോകുമ്പോൾ ഉപ്പയുടെ മയ്യത്ത് മറമാടപ്പെട്ട ഖബർസ്ഥാനിലേക്ക് നമ്മൾ പോകുമ്പോൾ കൊച്ചുമകൻ്റെ കൈ പിടിച്ചു വേണം പോകാൻ. അവിടെ ചെന്നിട്ട് നമ്മൾ ഖബർ സിയാറത്ത് ചെയ്തു മരിച്ചുപോയ ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ആ മകനെയും കൂടെ കൂട്ടണം. തിരിച്ചു പോരുമ്പോൾ ചോദിക്കണം, മോനെ ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ ചെയ്യല്ലേ? തീർച്ചയായും ചെയ്യൂപ്പ പറയും ആ മകൻ. അതിനെന്ത് വേണം? ഈ നന്മകളെയൊക്കെ നമ്മൾ ഇങ്ങനെ പരിശീലിപ്പിച്ചു കൊണ്ടുവരണം. സ്നേഹം അവർക്ക് നൽകുക. അവർ നമ്മെ സ്നേഹിക്കുന്നവരാണ്. അവരൊരിക്കലും തന്നെ പ്രയാസത്തിൻ്റെ മനോവേദനകളായി പോകാൻ പാടില്ല. കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ചെറിയ ചില തിന്മകളും ചില തകരാറുമൊക്കെ അവരിൽ വരാം. അത് ആ പ്രായത്തിൻ്റെ പ്രത്യേകതയായി കണ്ട് നന്മയുടെ ഉപദേശങ്ങളിലൂടെ തിരുത്താനും കൂടെ നിന്ന് ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ശ്രദ്ധിച്ചാൽ മാറും, നന്നാകും. ഒരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 മാർക്കുള്ള കുട്ടി കഴിഞ്ഞ വർഷം 1 മാർക്ക് മാത്രം കിട്ടിയ കുട്ടി ഇന്ന് +1 ഉയർന്ന മാർക്ക് നേടിയതിൻ്റെ പിന്നിലുള്ള കാരണം ഇത് തന്നെയാണ്. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടിയാൽ കുട്ടികൾ മാറും. അതുകൊണ്ട് ഏതൊരു പ്രശ്നം നമ്മുടെ കുട്ടി, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരു കുട്ടി കാണിക്കുന്ന ഏതൊരു പ്രശ്നത്തിൻ്റെ പിന്നിലും ചെറിയ ചില കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ മെനയാന്നൊരു പാരൻ്റ് വന്ന് പറയുന്നു, 22 വയസ്സുള്ള എൻ്റെ മകൾ ഞാൻ നേരിടുന്നൊരു പ്രശ്നം, കല്യാണത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും അവൾ ആകെ വെപ്രാളപ്പെടുന്നു, ബേജാറാകുന്നു, ടെൻഷനിലാകുന്നു. എനിക്ക് അയക്കുന്ന മെയിലിൽ മുഴുവൻ ആ കാര്യവുമായി ബന്ധപ്പെട്ടാണ്. കാരണങ്ങളുണ്ടാക്കാം. നമ്മളതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മനസ്സിൻ്റെ തലങ്ങളിൽ കഴിഞ്ഞ 22 വർഷത്തിനിടയിൽ ഉണ്ടായിത്തീർന്ന ഏതെങ്കിലും ഒരു അനുഭവവുമായി ബന്ധപ്പെട്ടാകാം ഈ പ്രതികരണം ഉണ്ടാവുക. നമ്മുടെ കുട്ടി ഒരു പ്രശ്നക്കാരനായി, പ്രോബ്ലം ചൈൽഡായി നമ്മുടെ മുമ്പിൽ മാറുന്നുവെങ്കിൽ ആ കുട്ടിയെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ആ കാര്യത്തിലേക്ക് നയിച്ച ഒരു കാരണം ഉണ്ടാകും. ആ കാരണം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ആ കാരണങ്ങൾ പലപ്പോഴും വളരെ നിസ്സാരമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും. നമ്മുടെ കയ്യിലിരിക്കുന്ന പിഞ്ചുമക്കൾ പളുങ്കുപാത്രം പോലെയാണ്. അത് താഴെ വീണാൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യുമ്പോൾ വലിയ ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മിൽ നിന്നുണ്ടാകണം. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ത്യാഗങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും എല്ലാം അവർക്ക് വേണ്ടിയാണ്. പക്ഷേ അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ദീനിയായി വളർത്തുക. റസൂൽ പറഞ്ഞല്ലോ, 3 കാര്യം മാത്രം മരണശേഷം ബാക്കിയാകും. ഇപ്പോൾ ഉള്ള ബാങ്കിലെ ബാലൻസ് നാളെ ആ മക്കൾ അവരുടേതെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന, വാങ്ങിയ ഏക്കറുകൾ നാളെ ആ മക്കൾ സ്വന്തപ്പെടുത്തുന്ന, മരണശേഷം 3 കാര്യം ബാക്കി ഉണ്ടാവുക. അതിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ. നമ്മുടെ മരണശേഷവും എൻ്റെ ഉപ്പക്ക് മഗ്ഫിറത്ത് നൽകുന്ന നാഥ എന്ന് കരളുരുകി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ, ആൺമക്കളെയും പെൺമക്കളെയും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് ഈ ഒരു അവസരം, ദീൻ പഠനത്തിന് ഈ സ്ഥാപനം ഒരുക്കിയ ഈ വലിയ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇവിടുത്തെ അധ്യാപകർ, പ്രഗത്ഭരായ അധ്യാപകരുടെ ഏറ്റവും നല്ല ശാസ്ത്രീയമായ പഠന സംവിധാനങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ടീനേജ് കുട്ടികൾക്കുള്ള ബോയ്സ് ഗേൾസിനുള്ള 2 ബാച്ചുകൾ ഇവിടെ നടന്നു വരുന്നു. വളരെ വ്യവസ്ഥാപിതമായി അതിൻ്റെ പഠന സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികളെ ഇവിടേക്ക് എത്തിക്കുക. ഇതുപോലെ വിളിച്ചാൽ വരിക, ഷെയർ ചെയ്യുക, നന്മകൾക്ക് പിന്തുണ നൽകുക, സ്നേഹം നൽകി, സ്നേഹം പങ്കുവച്ച് മക്കളും നമ്മളുമൊക്കെയുള്ള ദുനിയാവിലെ ജീവിതം സന്തോഷകരമാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. റഹ്മാനായ നാഥൻ ഇണകളിലും സന്തതികളിലും കൺകുളിർമ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഏത് പരീക്ഷണങ്ങളെയും ഈമാനോടുകൂടി നേരിടാൻ അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ തമ്പുരാൻ. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ അവസാന കാലം മക്കൾ കാരണത്താൽ ദുഃഖിക്കേണ്ടി വരുന്ന ദൗർഭാഗ്യവാന്മാരിൽ പെട്ടുപോകാതെ അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ അഹ്യിനാ ലിൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.